ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വിവാദങ്ങളുണ്ടാക്കി, അത് പുറത്ത് കുറേ പേജുകൾ ഒളിപ്പിച്ചു വെച്ചു വിട്ടു, പിന്നെ വിട്ടില്ല, വിവാദങ്ങളായി. ഇപ്പോഴിതാ അതിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വിടാൻ പോകുന്നു. രണ്ടാം ഭാഗത്തിൽ പോക്സോ കേസ് എടുക്കാവുന്ന തരത്തിലുള്ള കുറ്റം ചെയ്ത വമ്പന്മാരുണ്ടെന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് ആ വമ്പന്മാർ? അതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമ എന്നാണ് ജസ്റ്റിസ് ഹേമ, ഇതാണ് സിനിമയുടെ പേരിപ്പോൾ. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇതുവരെ പുറത്ത് വിട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെങ്ങനെ വിചാരിക്കുക, ഇത് തിയേറ്ററിൽ പോയി കാണുന്നവരെ സംബന്ധിച്ചാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ ഉള്ളത്. അതിന് മുമ്പ് ഒരു പ്രിവ്യൂ എന്ന് പറഞ്ഞ സംഭവമുണ്ട് സിനിമ. ആ പ്രിവ്യൂ ക്ഷണിക്കപ്പെട്ട വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ച് കാണിക്കുന്നു എന്നുള്ളതാണത്. അതിന് ഇൻ്റർവെല്ലൊന്നുമില്ല, അത് മൊത്തം കാണാൻ പറ്റും എന്നതുപോലെ തന്നെയാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ കാര്യം. ഞങ്ങളിത് തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ത് പറഞ്ഞു? ഈ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ടല്ല, കാണേണ്ട ചിലർ കണ്ടിട്ടുണ്ട്, അതിൻ്റെ വിവരങ്ങൾ അവർക്ക് അറിയുകയും ചെയ്യാം. ആര് പറഞ്ഞു, എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പേരുകൾ പറയാതെ തന്നെ ചില വമ്പന്മാരെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത്. പിന്നീട് എന്താ, ഗവൺമെൻറ് പലരെയും സംരക്ഷിക്കാൻ നോക്കി, വിവരാവകാശ കമ്മീഷൻ നിവൃത്തിയില്ലാതെ ചില പേജുകൾ പുറത്തു വിടും. അതിനുവേണ്ടി പത്രക്കാരും മറ്റുള്ളവരും വിവരാവകാശ കമ്മീഷൻ പ്രകാരം പൈസ അടച്ച് ചില കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു. അതിൻ്റെ രീതിയിൽ ചില കാര്യങ്ങൾ പുറത്തു പോയി. പിന്നെ കമ്മിറ്റി വെക്കേണ്ടി വന്നു, കോടതിയിൽ പോയി, കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പുറകെ അന്വേഷണം വന്നു. 10-50ഓളം പേര് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുമ്പിൽ പരാതി കൊടുത്തു. ആ പരാതി കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞിരിക്കുന്നു, ഇത് പുറത്തു വിടാനുള്ളതല്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പുറത്തു വിടരുതെന്ന് പറഞ്ഞ ചില ആൾക്കാരുടെ പേരുകളെല്ലാം പുറത്ത് വിട്ടു. അതിനെതിരെ പ്രതികരണമായി ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, പറഞ്ഞവർ തന്നെ, ഒരു സ്ത്രീ തന്നെ പലരുടെയും പേരുകൾ പറഞ്ഞു. ഇതൊരു ആഘോഷമാക്കി മാറ്റിയപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അടക്കം പറഞ്ഞു പുരുഷനും അന്തസ്സും അഭിമാനവുമുണ്ട് എന്ന് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും അവരുടെ എല്ലാം കുടുംബങ്ങളെല്ലാം കലങ്ങി മറിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണിത്. എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോയത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചോദിക്കും, തെറ്റ് ചെയ്തിട്ടല്ലേ എന്നുള്ളത്. തെറ്റ് ചെയ്തിട്ടല്ലേ എന്ന് പറയുമ്പോൾ അത് തെറ്റും ശരിയും തീരുമാനിക്കുന്നത് ഇത്തരം കേസുകളിൽ കോടതിയാണെന്ന് ആലോചിക്കണം. ഇന്നലെ നടന്ന കേസല്ല. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കുക. 7-7.5 വർഷം മുമ്പ് നടന്നതാണ് നടീപീഡന കേസ്. അത് ആ ചൂട്ടോട് തന്നെയാണ് നടന്നത്. എന്നിട്ടും അത് 7-7.5 വർഷമായിട്ട് പോലും ആ കേസ് അവസാനിച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്കറിയാം, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ പിന്നെ 20-25 വർഷം മുമ്പ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, തൻ്റെ കയ്യെ കയറി പിടിച്ചു, മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീ പറയുന്ന വാക്ക് മുഖവിലയ്ക്കെടുക്കണം ഉള്ളത് കൊണ്ട് തന്നെ പലരെയും അറസ്റ്റ് ചെയ്യാൻ നോക്കി, അറസ്റ്റ് ജാമ്യത്തിൽ വിട്ടു. ഇങ്ങനെ കുറേ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ ഇതിനെതിരെ ഒരു മുന്നേറ്റം തന്നെ വന്നിട്ടുണ്ട്. കാരണം അവിടെയാണ് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സും അഭിമാനവും ഉണ്ട് എന്ന് സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വന്നതെന്ന് ആലോചിക്കണം. ഇപ്പോഴിന്ന് അലകളൊന്നും കെട്ടടങ്ങിയിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇത്രയും വിവാദമാക്കാതെ തന്നെ ഈ റിപ്പോർട്ടിലുള്ളവരെ ചോദ്യം ചെയ്യണമായിരുന്നു, പബ്ലിസിറ്റി കൊടുക്കാതെ തന്നെ ചോദ്യം ചെയ്യണമായിരുന്നു, അല്ലേ? അതൊന്നും ചെയ്തില്ല. അതെന്താണ് ചെയ്തത്? ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കി. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടവരെ ചിലരെ ഒഴിവാക്കിക്കൊണ്ട്, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ചില ഒഴിവാക്കിക്കൊണ്ട്, ചില ഞാഞ്ഞൂളുകൾ മാത്രം, അതുപോലെ ഞാഞ്ഞൂളിന് മോശം അർത്ഥത്തിലല്ല, അത്രയും ചില ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കാവുന്ന രീതിയിലേക്കാണ് ജസ്റ്റിസ് കമ്മിറ്റി കൊണ്ടുപോയത്. അതിൽ തന്നെ 5-8 പേജുകൾ രഹസ്യമാക്കി വെച്ചു. ആ രഹസ്യമാക്കിയ പേജുകളിലാണ് വമ്പന്മാരുടെ പേരുകൾ ഉള്ളത് എന്ന് ഞങ്ങളടക്കമുള്ളവർ പറഞ്ഞു എന്നാണ്. അതിപ്പോൾ വളരെ വ്യക്തമായല്ലോ. ആ പേജും കൂടി ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണത്. ഇതിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ശരിക്ക് വിവരാവകാശ കമ്മീഷന് അടങ്ങാത്ത ദേഷ്യമുണ്ടെന്ന് ആലോചിക്കണം. സാധാരണ വിവരാവകാശ കമ്മീഷൻ നമ്മൾ ഇത്ര രൂപ അടച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വളരെ വ്യക്തമായി അതിൻ്റെ റിസൾട്ട് നമുക്ക് പോസ്റ്റലിൽ അയച്ചു തരാറാണ് പതിവ്. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക, അതായത് നിർവീര്യമാക്കിയിരിക്കുകയാണത്. അതിന് ഒരു
മറുവശം വരാൻ പോകുന്നു. ഈ ബഹളങ്ങളും ഗവൺമെൻറ്റിന് ഒളിപ്പിക്കാൻ എന്തോ ഉണ്ട്, ഗവൺമെൻറ്റിന് ആരൊക്കെയോ സംരക്ഷിക്കാനുണ്ട് എന്ന് വ്യക്തമായ സ്ഥിതി കൊണ്ട് തന്നെ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം, നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വിടാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. രണ്ടാം ഭാഗം പുറത്തു വിടാൻ പോകുന്നു പറഞ്ഞപ്പോൾ പഴയ ഒരാൾ പഴയ പോലെ നിർമ്മാതാക്കളുടെ ഭാഗത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾ വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്, പുറത്തു വിടാൻ പാടില്ല. നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? പുറത്ത് വിടേണ്ടതാണെങ്കിൽ പുറത്ത് വിടട്ടെ, അത് രഹസ്യമാക്കി വെക്കേണ്ടതാണെങ്കിൽ രഹസ്യമാക്കി വെക്കണം, അതും തുറന്ന് പറയണം. മാത്രമല്ല ഇപ്പോൾ വേറെ കൂടി ഒരു ഓർഡറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നോഡൽ ഓഫീസർ ഉണ്ടെന്ന് ആലോചിക്കും. ശരിക്കും ആ നോഡൽ ഓഫീസർ ജഡ്ജി അവരുടെ മുമ്പിൽ അവരാണ് അന്വേഷിച്ച് പലരെയും കണ്ടെത്തിയത്. അപ്പോൾ അത് പൂങ്കുഴലി എന്ന പോലീസ് ഓഫീസറാണ്. അവർക്ക് കൂടുതൽ പവർ കൊടുക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയത്. നോഡൽ ഓഫീസർക്ക് കൂടുതൽ പവർ കൊടുക്കുന്നു. മാത്രമല്ല മുൻപ് മൊഴി കൊടുക്കാത്ത പലർക്കും അവരെ സമീപിച്ചുകൊണ്ട് അവർക്ക് മുമ്പിലും ഇനി മൊഴി കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് അറിയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കും, നിയമങ്ങൾ കൃത്യമായി പാലിക്കുമ്പോൾ പ്രത്യേകിച്ച് അധികാരങ്ങൾ എന്ത് കൊടുക്കണം? ഇനി കൂടുതൽ അധികാരം നോഡൽ ഓഫീസർക്ക് കൊടുത്താൽ ഈ റിപ്പോർട്ടുകളൊക്കെ ചെല്ലുന്നവിടെ ഗവൺമെൻറ് മുമ്പിലല്ലേ? എന്ത് വേണം തീരുമാനിക്കും ഗവൺമെൻറ് അല്ലേ? അതിൽ തന്നെ പരാതി ഭരിച്ച് ആരൊക്കെ മാറ്റണം, ഏതെല്ലാം പേജുകൾ മാറ്റണം എന്ന് തീരുമാനിക്കും ഗവൺമെൻറ് അല്ലേ? അപ്പോൾ പിന്നെ ഈ പാവൻ നോഡൽ ഓഫീസർക്ക് കൂടുതൽ അധികാരം കൊടുത്തിട്ട് എന്താ കാര്യം? എല്ലാത്തിൻ്റെയും സുപ്രീം അതോറിറ്റിയായി നിൽക്കുന്നത് ഗവൺമെൻറ് ആണ് ഉള്ളപ്പോൾ ഇവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഒരു അധികാരം ഇല്ല, കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് അധികാരം കൊടുത്തിട്ട്? അതായത് നമുക്ക് മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വെച്ചിട്ട് കൈയും കാലും മൂക്കും വായും എല്ലാം കെട്ടിവെച്ചുകൊണ്ട് കഴിക്കാൻ പറയുന്ന പോലെയല്ലേ ആ അവസ്ഥയാണ് തോന്നിയിരിക്കുക. അതല്ല വേണ്ടതെന്ന് ആലോചിക്കണം. പിന്നെ ഇതുണ്ടാവാൻ നമ്മൾ ആലോചിക്കണം. ഇതിൻ്റെ മുമ്പേ നമ്മൾ ഇത് മാധ്യമ പ്രവർത്തകർ ഇത് അന്വേഷിക്കുമ്പോൾ തന്നെ സിനിമയിൽ മാത്രമല്ല ഇതുള്ളൂ എന്ന് ആലോചിക്കണം. ആ ബാക്കി അന്വേഷണം രാഷ്ട്രീയത്തിലില്ലേ, മറ്റ് ജോലി ചെയ്യുന്ന രംഗങ്ങളിലില്ലേ? തൊഴിലിടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? തൊഴിലിടങ്ങൾ സംരക്ഷിക്കപ്പെടാൻ എത്രയോ സ്ത്രീകളുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ സിനിമ മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും തൊഴിൽ മേഖല അടക്കമുള്ള ഇത്രയും അന്വേഷണങ്ങൾ പരാതികൾ സ്വീകരിക്കുമ്പോൾ ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ആലോചിക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ് ആരെയും മനസ്സമാധാനം കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് ശേഷം ഇവർ പ്രസിദ്ധീകരിക്കുന്ന പോക്സോ കേസ് അടക്കം ചുമത്താവുന്ന കേസുകളിൽ ഇവിടുത്തെ വമ്പന്മാരായ നടന്മാർ, നിർമ്മാതാക്കൾ, സംവിധായകർ, എഴുത്തുകാർ അടക്കമുള്ളവരുടെ പേരുകളാണ് ഉള്ളതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരം ഈ പറഞ്ഞു കേൾപ്പിച്ച് ഇന്ന് പുതിയതല്ല, ഇത് മുൻപേ ഉള്ളതാണ്. റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ രഹസ്യങ്ങളിൽ പലതും ചോർന്നു പോയിട്ടുണ്ടെന്ന് ആലോചിക്കണം. ആ ചോർച്ച ഇല്ല എന്ന് നിങ്ങൾ ബാധിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടിയാണ്, ഇത്രയും ബന്ധസായി ഇത്രയും സൂക്ഷ്മമായി നടിപീഡന കേസിൻ്റെ എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുപോലും കോടതി മുറികളിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇത്രയും സംഭവങ്ങൾ, ഈ തൊഴിലിടം സംരക്ഷിക്കണം, സ്ത്രീക്ക് സംരക്ഷണം വേണം, സിനിമ നന്നായിരിക്കണം, ഇതിനൊക്കെ കാരണം സിനിമ തുടങ്ങി വർഷങ്ങളായില്ലേ, ഇതിനൊക്കെ കാരണം നമ്മൾ ഈ ബാലചന്ദ്രകുമാർ എന്നുള്ള ഒരു സംവിധായകനുണ്ടെന്ന് ആലോചിക്കണം. അയാൾ ഈ കഴിഞ്ഞ ആഴ്ച അയാൾ മരിച്ചു പോയി എന്ന് ആലോചിക്കണം. അതിനൊക്കെ കാരണക്കാരൻ ആ മനുഷ്യൻ തന്നെയാണത്. കാരണം നടിപീഡന കേസിൻ്റെ ഒരു ഘട്ടത്തിൽ ആ കേസ് പ്രതിസ്ഥാനത്തുള്ളവർ ചിലർ ജയിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ എല്ലാ തെളിവുകളോടും കൂടി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഇൻ്റർവെല്ലിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെ അയാൾ വന്നുകൊണ്ട് എല്ലാ തെളിവുകളും ഹാജരാക്കി എന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, സിനിമാ രംഗത്തെ കുറച്ച് സ്ത്രീകളുടെ സംഘടനയായ WCC അവരും ഇതിനൊരു കാരണക്കാരാണെന്ന് ആലോചിക്കണം, ഈ ജസ്റ്റിസ് കമ്മിറ്റി ഉണ്ടാക്കാൻ കാരണം. പക്ഷേ ആ കമ്മിറ്റി ഉണ്ടാകുമ്പോഴും നമ്മളിപ്പോഴും പറയുന്നു, ആ കമ്മിറ്റിയിൽ ആ 3 പേര് മാത്രമല്ല വേണ്ടിയിരുന്നത്. കാരണം സിനിമാ രംഗത്തെ ആൾക്കാർ കൂടി, സ്ത്രീകൾ കൂടി വേണമായിരുന്നു. അപ്പോൾ ശാരദ സിനിമാരംഗ സ്ത്രീ അല്ലെന്ന് ആ രീതിയിലല്ല നിലവിലില്ല. അപ്പം WCC ഉണ്ടെങ്കിൽ WCCയിൽ ഒരാൾ വരണം, അങ്ങനെ സ്ത്രീകളുള്ള ഒരാൾ വേണം. അങ്ങനത്തെ പൂർണ്ണമായൊരു കമ്മിറ്റിയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇനി തെറ്റ് ആവർത്തിക്കില്ല എന്ന് 100% നമുക്ക് പറയാനെങ്കിൽ തെറ്റുകൾ എന്നും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം തെറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ കുറച്ച് പേര് മാത്രമുള്ളൂ. ഇതിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് 2 സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട് ഉഭയസമ്മതപ്രകാരം ചെയ്യുന്നതാണ്. ഈ സിനിമാ രംഗത്ത് ഏത് രംഗത്ത് 95% എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
5% ചിലപ്പോൾ ഇഷ്ടമില്ലാതെ വീടിപ്പെടുന്നതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിക്കണം. സിനിമ അങ്ങനെയാണ്. ഇത്രയും വർഷത്തെ സിനിമയുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, സിനിമയിൽ ഈ വരുന്ന ഒരു സ്ത്രീ മാത്രം മുൻകൈ എടുത്തുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ല. അവിടെ ബലാത്സംഗം എന്നൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. കാര്യം കഴിയുമ്പോൾ പിന്നെ അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതാണ് ആദ്യം പരിശോധിക്കേണ്ടതെന്ന് ആലോചിക്കണം. ഇത്രയും പീരീഡ് ഈ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ 25 വർഷം 30 വർഷത്തെ പുറകോട്ട് പോകേണ്ട എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ പരാതിപ്പെടുന്നവർ അവരുടെ യൗവനം, അവരുടെ യുവത്വമുള്ള കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ അന്ന് പറയാതെ അവർക്ക് എല്ലാം നഷ്ടപ്പെടില്ല എന്ന് ബോധ്യമായപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അലക്ക് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് അവരുടെ അവകാശമാണ്, അവർ ചെയ്തോട്ടെ, വേണ്ട എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുമ്പോഴും അതിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കുമ്പോൾ ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് സർക്കാർ പരസ്യപ്പെടുത്തുമ്പോഴും ആ സർക്കാർ പരസ്യപ്പെടുത്തുമ്പോൾ അതിൽ കാണിക്കേണ്ടത് സത്യമായിട്ട് എല്ലാവരുടെയും പേരുകൾ പുറത്തുവിടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. അതിൽ വമ്പന്മാരെന്നോ സൂപ്പർ സ്റ്റാറുകളെന്നോ മെഗാ സ്റ്റാറുകളെന്നോ സഹനടനെന്നോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ആര് എന്നുള്ളത് പിന്നെയാണ് വരുന്നത്. ഈ രണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവൻ്റെ ലിസ്റ്റാണ് കൊണ്ടുവരുന്നത്. അതിന് ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പുതിയ പറയുന്ന പോലെ നോഡൽ ഓഫീസർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണോ വേണ്ടയോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. അധികാരം കൊടുക്കുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ സർക്കാർ തുനിയരുത്. അവരുടെ അവകാശ പരിധിയിൽ പെടണമെന്നുള്ളതാണത്. അവർ പക്ഷേ പൂങ്കുയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം, ആരായാലും അവർക്ക് അതിനുള്ള പവർ കൊടുക്കണം. ആ കൊടുക്കുന്ന പവറിൻ്റെ റിപ്പോർട്ട് ജനങ്ങൾ അറിയണം. ആ രീതിയിലെല്ലാം പുറത്തു വിടണം. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വിവരാവകാശ കമ്മീഷന് പണമടച്ച് അതിന് റിസൾട്ട് കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ആ റിപ്പോർട്ട് എന്തായാലും പോസ്റ്റൽ അയച്ചു കൊടുക്കണം. അത് അല്ലെങ്കിൽ അതിനെതിരെ ഗുരുതരമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.